മെയ് 12 ലോക മാതൃദിനമായിരുന്നു. നാം നമ്മുടെ അമ്മമാരെ ഓർത്ത ദിവസം. 364 ദിവസവും കരിയും പുകയും കൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആ ജന്മങ്ങളെ ചില നിമിഷങ്ങളെങ്കിലും ഓർക്കുവാൻ ഇങ്ങനെയൊരു ദിവസം തുടങ്ങിവെച്ച ആ മഹാൻ അതാരായാലും അദ്ദേഹത്തെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഒരുമ കൊടുക്കുവാൻ തോന്നും. ലോകത്തിൽ എൻ്റെ ഭാര്യയെയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നതെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് എൻ്റെ അമ്മയെയാണ്. നേരിട്ട് ബഹുമാനം കാണിക്കുവാൻ ദുരഭിമാനം സമ്മതിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വാത്സല്യ ഹൃദയത്തോട് അടങ്ങാത്ത ബഹുമാനമാണ്. ഇതുപോലെ ഞാൻ ബഹുമാനിക്കുന്ന മറ്റൊരമ്മ കൂടിയുണ്ട്. ആരാണെന്നോ? എൻ്റെ കർത്താവിൻ്റെ അമ്മയായ മറിയ. ദൈവത്തിൽ നിന്നും കൃപ ലഭിച്ചവളെ എന്ന ദൂതൻ്റെ വന്ദനസ്വരം കേട്ട വിശുദ്ധയായ മറിയ ലോകാപവാദത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകാൻ ആ പുണ്യജന്മത്തെ ഗർഭപാത്രത്തിലേറാൻ മനസ്സു കാണിച്ച ആ മഹൽ വനിത. അതിലും ഭാഗ്യമേറിയ വേറൊരു ജന്മമുണ്ടോ? പക്ഷേ നൊന്തുപെറ്റ ആ മകൻ ആ അമ്മയ്ക്ക് പലപ്പോഴും ഒരു പ്രഹേളികയായിരുന്നു. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. പക്ഷേ ആ അമ്മ ആ മകൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ നിന്നും പലതും പഠിച്ചെടുക്കുകയായിരുന്നു. അവസാനം ഗോൽഗോഥായിൽ ആ കാൽവരി ക്രൂശിൻ്റെ അകലം വിട്ട കാഴ്ചയിൽ തൻ്റെ പ്രിയമകൻ, നിരപരാധിയായ ആ മകൻ ക്രൂശിൽ ഒരു മാംസപിണ്ഡമായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മ വിതുമ്പിയതോടൊപ്പം വിലയേറിയ ഒരു സത്യം മനസ്സിലാക്കുകയായിരുന്നു. ആ കണ്ണുകൾ നീർച്ചാലുകളായി മാറിയപ്പോൾ ആ മരണത്താൽ താനും വിലയേറിയ നിത്യജീവന് അവകാശിയാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ അമ്മ. കാനാവിലെ കല്യാണ നാളിൽ ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്: അവൻ നിങ്ങളോട് എന്തു പറയുന്നുവോ അത് ചെയ്യുവിൻ, അതായത് ഈശോയെ അനുസരിക്കൂ. അതായിരുന്നു ആ അമ്മയുടെ ആഗ്രഹവും. ഇപ്രകാരം ആ അമ്മ പറഞ്ഞ വാക്കുകളുടെ അനുസരണത്തിലൂടെ നമുക്ക് ആ അമ്മയെ മാനിക്കാം, സ്നേഹിക്കാം. ഈശോ പറയുന്നത് നമുക്ക് ശ്രവിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഈ അമ്മയെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം അതെൻ്റെ ഈശോയുടെ അമ്മയാണ്.